Hi everyone, welcome back to GizMonk. ഇന്ന് നമ്മൾ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മളൊരു ഫ്രണ്ടിൻ്റെ പഴയ ഒരു PC പൊടി പിടിച്ച ഒരു പഴയ PC ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുകയാണ് ഇന്ന്. അതായത് അവരുടെ ഒരു ഓൾഡ് കേസിൽ നിന്ന് പുതിയൊരു കേസിലേക്ക് നമ്മൾ ഒരു പറിച്ചു നടുന്നു സാധനങ്ങളൊക്കെ അങ്ങനെ ഒരു പുതിയ PC പോലെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് പാനൽ ക്രാക്കായി കഴിഞ്ഞതിന് ശേഷം ഇവർ കുറേ കാലമായിട്ട് അത് ഉപയോഗിക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ലോണം പൊടിയൊക്കെ പിടിച്ച് മറ്റേ ചിലന്തി വലയൊക്കെ കെട്ടി നല്ലോണം ഫാനിലും ഇതിലും കോമ്പണൻസിലും ഒക്കെ ഡസ്റ്റൊക്കെ അക്യൂമുലേറ്റ് ചെയ്ത് ആകെ സീനായി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ ഈ കോമ്പണൻസ് ഒക്കെ എടുത്ത് നമ്മൾ വേറൊരു പുതിയൊരു കേസിലേക്ക് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഏത് കേസിലേക്കാണ് വെക്കാൻ പോകുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്ന പുതിയ കേസ് ഗെയിമിംഗ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് ആണ്. അപ്പോൾ ഇത് ARGB ആണ്. അതായത് നിങ്ങൾക്ക് മദർ ബോർഡ് സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്കിതിൻ്റെ ലൈറ്റ് ഓഫ് ആക്കാനും കളർ മാറ്റാനും എല്ലാ പരിപാടികളും ചെയ്യാം. അങ്ങനത്തെ ഒരു കേസാണ്. അതിന് സെപ്പറേറ്റ് ഒരു ARGB കേബിൾ കേസിൻ്റെ കൂടെ വരും. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പാനലും പിന്നെ സൈഡ് പാനലും നമുക്ക് കാണാം. ഇനി നമ്മൾ ഈ കേസിൻ്റെ ടോപ്പ് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്വിച്ചുകളും പോർട്ടുകളൊക്കെ കാണാം. ARGB കൺട്രോൾ ചെയ്യാനുള്ള ലൈറ്റ്സിൻ്റെ പോർട്ട്സ് ഉണ്ട്. പിന്നെ ഒരു USB 3 പോർട്ട് ഉണ്ട്, 2 USB 2 പോർട്ട് ഉണ്ട്, പിന്നെ ഇയർഫോൺ, മൈക്ക് അങ്ങനത്തെ വെക്കുവാനും റീസെറ്റ് പവർ ബട്ടന് പിന്നെ ലൈറ്റ് ഇൻഡിക്കേറ്ററുകളും ഒക്കെ കാണിക്കുന്ന ഭാഗമാണ് മുകളിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഓൾഡ് PC ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് ക്ലീനിങ് തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വേഗം ബ്രഷൊക്കെ എടുത്ത് അത് ഡസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കേസിൻ്റെ മുകളിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യാണ്. ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡ് എടുത്തു കഴിഞ്ഞാൽ ആ പാനലും നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഹാർഡ് ഡിസ്ക് ഒക്കെ അവിടെയാണ് SSD ഒക്കെ അവിടെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗവും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മൾ ഈ വയറുകളൊക്കെ റിമൂവ് ചെയ്ത് സാട്ടാ കേബിളൊക്കെ ആദ്യം ഈ സൈഡിൽ നിന്ന് SSD റിമൂവ് ചെയ്യാം. പിന്നെ നമ്മൾ ഗ്രാഫിക്സ് കാർഡ് ഇതിൽ 1650 GTX ആണ് NVIDIAൻ്റെ. അപ്പോൾ അത് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള പൊടിയൊക്കെ ശരിക്കും കണ്ടില്ല. ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എന്തുമാത്രം പൊടിയാണ് ഉണ്ടായിരുന്നതെന്ന്. പിന്നെ RAM നമ്മൾ ഇതിലൊരു 8GB അഡീഷണലി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉള്ള RAM റിമൂവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള പൊടി കണ്ടില്ല. പിന്നെ നമ്മൾ CPU ഫാനാണ് റിമൂവ് ചെയ്യുന്നത്. ഇത് AMDൻ്റെ Ryzen 5 പ്രോസസ്സറാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ CPUൻ്റെ മുകളിലുള്ള ഫാനും പൊടിയും ഒക്കെ നിങ്ങൾ കണ്ടില്ല അക്യൂമുലേറ്റ് ആയി കിടക്കുന്നത്. ഇത് റിമൂവ് ചെയ്തപ്പോൾ ആ തെർമൽ പേസ്റ്റൊക്കെ പ്രോസസ്സറും ഫാനിൻ്റെ ഇടയിലും വരുന്ന തെർമൽ പേസ്റ്റൊക്കെ കംപ്ലീറ്റ് ഉണങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോൾ നമ്മളത് എന്തായാലും വഴിയെ അത് റീഅപ്ലൈ ഒക്കെ ചെയ്യും, പുതിയ പേസ്റ്റൊക്കെ തേക്കും. പിന്നെ നമ്മൾ ആ പവർ സപ്ലൈൻ്റെ കേബിൾസും എല്ലാ മദർ ബോർഡിലേക്ക് പവർ സപ്ലൈ PSUവിൽ നിന്ന് കറണ്ട് കൊടുക്കുന്ന എല്ലാ കേബിൾസും റിമൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ PSU അതായത് പവർ യൂണിറ്റ് നമ്മൾ റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മദർ ബോർഡ് സാവധാനം റിമൂവ് ചെയ്ത് ആ സ്റ്റാൻഡ് ഓഫ് സ്ക്രൂസിൽ നിന്ന് അതൊക്കെ ഊരി മാറ്റി കെയർഫുള്ളായിട്ട് വളരെ ശ്രദ്ധിച്ച് മദർ ബോർഡ് നമ്മൾ പുറത്തെടുക്കാം. ഇപ്പോൾ മദർ ബോർഡിൻ്റെ മുകളിലും നല്ല ഡസ്റ്റ് അക്യുമുലേറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ PSUവിൻ്റെ മുകളിലുള്ള പൊടിയും ഇതൊക്കെ ബ്രഷ് വെച്ചിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് കളയാം. പിന്നെ നമ്മൾ ഇതിൻ്റെ വയേഴ്സും എല്ലാം നല്ലോണം പൊടി പിടിച്ച് ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുകയാണ്. അതെല്ലാം നന്നായിട്ട് തുടച്ച് അതൊക്കെ ക്ലീൻ ആക്കാം. പിന്നെ അടുത്തത് നമ്മൾ ഗ്രാഫിക്സ് കാർഡാണ് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു ഇത് കുറേ കാലമായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്നത് കൊണ്ട് അതൊക്കെ തുറന്ന് കംപ്ലീറ്റ് ആയിട്ട് നല്ല തറവായിട്ട് തന്നെ ക്ലീൻ ചെയ്യാം. അപ്പോൾ സ്ക്രൂ ഒക്കെ ഊരി അതിൻ്റെ ഫാനൊക്കെ മാറ്റി നമ്മൾ കംപ്ലീറ്റ് അതിൻ്റെ ഫിൻസിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാണ്. എന്തുമാത്രം പൊടിയാണ് അക്യുമുലേറ്റ് ചെയ്ത് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഡസ്റ്റൊക്കെ ഈ ചിപ്പ് കോമ്പണൻസിൻ്റെ ഉള്ളിലും ഫാനിലും ഒക്കെ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഈ ഫാനിൻ്റെ അടിയിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ എന്തുമാത്രം പൊടിയാണെന്നുള്ളത്. എപ്പോഴും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളൊരു 2 മാസം കൂടുമ്പോൾ ഒന്ന് ബ്രഷൊക്കെ ഇട്ട് ഒരു ഡസ്റ്ററൊക്കെ ഇട്ട് കംപ്ലീറ്റ് ബ്ലോ ചെയ്ത് ആ പൊടികളൊക്കെ കളഞ്ഞ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ഇലക്ട്രോണിക്സിൻ്റെ ഏറ്റവും വലിയ ശത്രു ഡസ്റ്റാണെന്ന് അറിയാലോ. എന്നിട്ട് പിന്നെ മദർ ബോർഡിൻ്റെ മുകളിൽ പൊടിയൊക്കെ നമ്മൾ നല്ലോണം റിമൂവ് ചെയ്ത് പിന്നെ ഉള്ളത് നമ്മൾ CPU മുകളിലുള്ള CPU റിമൂവ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ മുകളിലുള്ള കംപ്ലീറ്റ് തെർമൽ പേസ്റ്റൊക്കെ നമ്മളൊരു ഐസോപ്രോപ്പിൽ ആൽക്കഹോൾ വെച്ച് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ആ റെസിഡ്യൂ ഒക്കെ മാറ്റി അതിനുശേഷം നമ്മൾ പുതിയ ഒരു തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നോക്ടുവിൻ്റെ NT1 എന്ന് പറഞ്ഞ തെർമൽ പേസ്റ്റാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. കുറച്ച് നല്ല റിവ്യൂസൊക്കെ ഉള്ള ഒരു പേസ്റ്റാണിത്. നല്ലൊരു ആമസോണിൽ നമുക്ക് കിട്ടുന്നൊരു പേസ്റ്റാണ്. അപ്പോൾ കുറച്ച് ക്യാമറ ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പുതിയ 8GB റാമും കൂടി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിൽ ഓൾറെഡി 8GB ഉണ്ട്. അപ്പോൾ സെയിം റാം തന്നെ G-Skillൻ്റെ റിപ്ജോസ് റാം 8GB കൂടി നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അങ്ങനെ 16GB
RAM ടോട്ടലായിട്ട് വന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു 500 GB SSDയും കൂടി NVMe SSDയും കൂടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ NVMe SSDക്കൊക്കെ പൈസ കുറഞ്ഞുകൊണ്ട് നമ്മൾ അതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് സർക്കിൾ ഗെയിമിങ്ങിൻ്റെ പുതിയ കേസിലേക്കാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത്. അപ്പോൾ ഇനിയുള്ളത് നമ്മൾ അതിലേക്ക് മാറ്റി വെക്കുന്ന കോമ്പണൻസ് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ പുതിയ കേസൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ സൈഡ് പാനലൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡ് ഓഫ് സ്ക്രൂസ് വരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ കേസിൻ്റെ മുകളിൽ ഈ കാണുന്ന പോലത്തെ സ്റ്റാൻഡ് ഓഫ് സ്ക്രൂസ് നമ്മൾ ഫുള്ള് തിരിച്ച് വെച്ച് ടൈറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ഈ മദർ ബോർഡ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ മദർ ബോർഡിൻ്റെ ഉള്ളിൽ ഈ സ്ക്രൂവിനുള്ള ഈ ഹോൾസ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളിത് വെച്ചിട്ട് അലൈൻ ചെയ്ത് സ്ക്രൂ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ബാക്ക് പ്ലേറ്റും കൂടെ മദർ ബോർഡിൻ്റെ ബാക്ക് പ്ലേറ്റും കൂടെ കേസിൽ ആദ്യം ഫിക്സ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ അതിലേക്ക് ഇറക്കി വെക്കേണ്ടത്. എന്നിട്ട് സ്ക്രൂ ഒക്കെ നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് എല്ലാ സ്ക്രൂസും. പഴയ SSD നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. പിന്നെ അതേപോലെ തന്നെ SSD കേബിൾ, അതായത് SATA കേബിളുകളും ബാക്കിയുള്ള കേബിളുകളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ്. പിന്നെ കേസിൻ്റെ കൂടെ വന്നിരിക്കുന്ന കേബിളുകളുണ്ട്, അതായത് പവർ കേബിൾ, USB, ഫ്രണ്ടിലുള്ള നമ്മൾ മുകളിൽ കുത്തുന്ന USB ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്ന കേബിളുകളും അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഇപ്പോൾ റീസെറ്റ് ചെയ്യേണ്ട ഇതും പവർ കേബിളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കേസിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ മദർ ബോർഡിൽ അതും കൂടെ ഫിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഗ്രാഫിക്സ് കാർഡ് ആണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഈ ഒരു കേസിൻ്റെ ബാക്കിലുള്ള ഷ്രൗഡ് ഒരു കഷ്ണം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഗ്രാഫിക്സ് കാർഡ് ശ്രദ്ധിച്ച് നമ്മൾ സ്ലോട്ടിലേക്ക് ഫിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം കേബിൾസൊക്കെ പ്രോപ്പർലി PSU, എന്നിട്ട് നമ്മൾ PSU കണക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എന്തോ ക്യാമറയിൽ മിസ്സായിപ്പോയി. അപ്പോൾ എന്തായാലും നമ്മൾ PSU അടിയിൽ ഫിറ്റ് ചെയ്തിട്ട് ആ കേബിൾസൊക്കെ വെച്ച് നമ്മൾ കംപ്ലീറ്റ് കേബിൾ റൗട്ട് ചെയ്ത് കേസിൻ്റെ ഉള്ളിൽ കൂടെ നീറ്റായിട്ട് എല്ലാത്തിനും നമ്മൾ മദർ ബോർഡിൽ കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഫൈനലി ഡോർ ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ക്ലീനിങ്ങും ട്രാൻസ്പ്ലാന്റും എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ട്രാൻസ്ഫോർമേഷൻ കാണണ്ടേ? കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ? നല്ല രസമുണ്ട് റിംഗ് ലൈറ്റ്സ് ഒക്കെ രാത്രി കാണുവാനും. അപ്പോൾ നമ്മൾ വിൻഡോസൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൽ ഇപ്പോൾ ഗിഗാബൈറ്റിൻ്റെ RGB ഫ്യൂഷൻ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ഈ കേസിൻ്റെ ലൈറ്റുകളും എല്ലാ കളർ മാറ്റാനും അത് ഓഫാക്കാനും ഓണാക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ നിങ്ങളെല്ലാം എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി നെക്സ്റ്റ് വീക്ക് നമ്മൾ അടുത്തൊരു മോസ്റ്റ് പ്രോബ്ലി സൗണ്ട് ബാറുകളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ GizMonk.